സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ. ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാൻ. എൻ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാൻ. ഇഷ്ടമൊന്നും നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിന് ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാക്കുവാൻ തക്കൊണ്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മളെ ജയത്തോടുകൂടി വഴി നടത്തും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾക്ക് ജയം തരുമ്പോൾ എല്ലാ വിഷയത്തിലും കർത്താവ് ജയം തരും. പാതാളത്തിനും മരണത്തിനും ഒന്നും നമ്മളുടെ മേൽ ജയമുണ്ടാകുകയില്ല. കർത്താവ് അതിന്മേലെല്ലാം ജയമെടുത്തു. ആ ജയം നമ്മൾക്കും കർത്താവ് അവകാശമായി നൽകുന്നു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്തിനു ഭാരപ്പെടണം? കർത്താവ് നമ്മൾക്ക് എല്ലാ വിഷയങ്ങളിലും ജയം തരുവാൻ തക്കണം ശക്തനാണ് എന്നുള്ള വിശ്വാസത്തോടെ കർത്താവ് നമുക്ക് വീണ്ടും പാടി ആരാധിക്കാം. മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിന്നിണം ഒട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിന്നിണം ഒട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. സൈന്യനിരയും ഭീഷണിയാ ഒന്നിപ്പിപ്പും ഭീതിപ്പെടുത്തിടുമ്പോ കടലും വിശ്രമിൽ സൈന്യനിരയും ഭീഷണിയാ ഒന്നിപ്പിപ്പും ഭീതിപ്പെടുത്തിടുമ്പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ.
ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തന്നോടെ യുഗയുഗമാ. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തന്നോടെ യുഗയുഗമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ. നമ്മുടെ കൂടാരങ്ങളിൽ ഇന്നും ജയത്തിന്റെ ഘോഷം ഉണ്ടാവാൻ തക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് വാഴുന്ന കൂടാരം ഏതാണ്? ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുമല്ലേ, നമ്മുടെ ഉള്ളിലല്ലേ കർത്താവ് വസിക്കുന്നത്? ഹല്ലേലൂയ. ജയത്തിന്റെ ഘോഷം ഉണ്ടാകുന്ന ഈ കൂടാരം ഏതാണ്? നമ്മൾ ഘോഷിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മളെ കർത്താവ് ഘോഷിക്കുവാൻ തക്കണം അതിനുള്ള വഴികളെല്ലാം ഒരുക്കി. മകനെ, മകളെ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ എൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ആനന്ദിക്കും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾക്ക് യഥാർത്ഥമായി ആനന്ദിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നതിൽ വിശ്വാസക്കുറവുള്ളതുകൊണ്ടതാണോ, അതോ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് മതിയായിട്ടാണോ? ഇനിയും കർത്താവെ എന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു വിഷയം കർത്താവെ നിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്നു, അതിനെനിക്ക് മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല, അത് കിട്ടിയാൽ ഉടനെ ഞാൻ നിന്നെ ആരാധിക്കും, സ്തുതിക്കും എന്നാണോ നമ്മളുടെ ചിന്താഗതി? ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നതാണോ നമ്മളുടെ ദൈവം? ഹല്ലേലൂയ. നമ്മളുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ കാത്തു പരിപാലിച്ച് ഇത്രത്തോളം വഴി നിർത്തിയില്ലേ? ഹല്ലേലൂയ. നമ്മൾ ഉള്ളിലേക്ക് വലിച്ച് ആ ശ്വാസം തിരിച്ചു പോവുകയും അങ്ങോട്ട് പോയത് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലോ? ഹല്ലേലൂയ. നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പേര് വെച്ചാണ് നമ്മളെല്ലാവരും അറിയുന്നത്. പക്ഷേ ഈ ശ്വാസോച്ഛ്വാസം അതങ്ങ് നിന്നുപോയാൽ, നമ്മുടെ ഹാർട്ട് ബീറ്റ് നിന്നുപോയാൽ, പിന്നെ നമ്മുടെ എല്ലാവരുടെയും പേര് ഒന്നാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അടുക്കുവാനായിട്ട് മടിക്കും. എത്രയും പെട്ടെന്ന്
ഈ ഭൂമുഖത്തിനെ മാറ്റാനായിട്ടായിരിക്കും എല്ലാവരുടെയും ശ്രമം. അതുവരെ നമ്മുടെ അടുത്ത് സ്നേഹിച്ച് സന്തോഷിച്ച് നിന്നിരുന്നവരെല്ലാം നമ്മളിൽ നകന്നു പോകും. കർത്താവ് ഇത്രത്തോളം നമ്മളെ നിലനിർത്തിയില്ലേ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവെ ഇത്രത്തോളം എന്നെ വഴി നടത്തിയതിനായി സ്തോത്രമെന്ന് നമ്മുടെ ഉള്ളത്തിൽ നന്ദി നിറയുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മൾ പറയും ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവ് നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ച് വഴി നടത്തിയില്ലേ? ഹല്ലേലൂയ. ഇനിയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനല്ലേ? ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ നമ്മൾക്ക് സ്തുതിക്കാം. സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും ചൊല്ലുന്നു ഞാൻ.
ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ചെയ്ത നന്മയ്ക്കൊത്തവണ്ണം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരല്ലേ നമ്മുടെ കർത്താവിനെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് പാടുവാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച്, ഹല്ലേലൂയ, നമ്മൾക്ക് വേണ്ടി കരുതിയില്ല എങ്കിൽ നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലാകുമോ? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിക്കുവാൻ തക്കോണം നമുക്ക് എന്ത് മഹിമയാണ് അതിന് നമുക്ക് പറയാനുള്ളത്? നമ്മുടേതായിട്ട് എന്ത് അവകാശപ്പെടുവാൻ സാധിക്കും? കർത്താവ് ഈ പട്ടണത്തിൽ ഇത്രയും ജനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പേർ ചൊല്ലി വേർതിരിച്ചു? ഹല്ലേലൂയ. നമ്മുടെ കുടുംബ മഹിമ നമുക്ക് പറയാനുണ്ടോ? നമ്മളെക്കുറിച്ച് തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? കർത്താവിൻ്റെ കൃപ കൃപ കൃപ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ സ്നേഹം, കർത്താവിൻ്റെ കൃപ നമ്മളെ മേൽ ചൊരിഞ്ഞതിനൊത്തവണ്ണം നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം എത്ര ഉത്സാഹത്തോടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ആ ഉത്സാഹം യഥാർത്ഥമായി ഉണ്ടോ? നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരുന്നതാണോ? ഉള്ളത്തിൽ ആ സ്നേഹം തിങ്ങി നിറഞ്ഞുകൊണ്ട് നമ്മളുടെ ആ സ്നേഹ പ്രകടനമാണോ? ഹല്ലേലൂയ. കർത്താവിനെ നമ്മൾ ഉള്ളു തുറന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കണ്ടേ? അടുത്ത ഗാനം ഷാജൻ പാടുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവിൻ്റെ ആ സ്നേഹം ഓർത്തുകൊണ്ട് കർത്താവിനെ നമ്മൾക്കും സ്തുതിക്കാം. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമമുയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമമുയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. യേശുവേ, ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. യേശുവേ, നാഥനേ, ദൈവമേ, അങ്ങേ ആരാധിക്കും. യേശുവേ, നാഥനേ, ദൈവമേ, അങ്ങേ ആരാധിക്കും. കർത്താവാം യഹോവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എൻ ഹൃദയവും എന്നുള്ളൂ. കർത്താവാം യഹോവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എൻ ഹൃദയവും എന്നുള്ളൂ. യേശുവേ, നാഥനേ,
എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എൻ യേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എന്റെ രോഗങ്ങളെ വിത്തരങ്ങൾ മാറ്റി വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ എന്റെ രോഗങ്ങളെ വിത്തരങ്ങൾ മാറ്റി വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ എൻ യേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എൻ യേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ നിൻ നാമമുയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ നിന്നെ പുകഴ്ത്തുവാൻ നിൻ സ്നേഹം പാടുവാൻ നിൻ നാമമുയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ നിന്നെ പുകഴ്ത്തുവാൻ എൻ യേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എൻ യേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവത്തിനെ പരിശോധിക്കുമ്പോൾ ദാവീദ് തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചു. ഹല്ലേലൂയ. അതവിടെ മാത്രമല്ല, പുതിയ നിയമത്തിലും നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണെന്ന് നമ്മൾ വിവിധമായ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? സത്യത്തിലും ആത്മാവിലും നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 47:1 കാണുന്നത് എങ്ങനെയാണ്? കരങ്ങളടിച്ച് കർത്താവിനെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മയ്ക്കൊത്തവണ്ണം നമ്മൾ കർത്താവിനെ സ്തുതിക്കുക മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? എനിക്ക് കിട്ടിയതിന് ഞാൻ ഇതാ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാണോ പറയുന്നത്? ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സറാഫുകൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതേക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെയെല്ലാം അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ദൈവം ആരെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം എനിക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചു വേർതിരിച്ചല്ലേ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാതെ അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. ഉള്ളത്തിൽ നന്ദി നിറയുന്നുവെങ്കിൽ, സന്തോഷം നിറയുന്നുവെങ്കിൽ, ആർപ്പ് നിറയുന്നുവെങ്കിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആരാധിപ്പാൻ തക്കവണ്ണം നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി സർവശക്തനായ ദൈവത്തെ വീണ്ടും നമ്മൾക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധനേ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം.
ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിക്കാം ഹല്ലേലൂയ വല്ലഭനാം യേശുവേ ആരാധിക്കാം ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും എരിഹോമതിൽ വീഴും അത്ഭുതങ്ങൾ നടക്കും എരിഹോമതിൽ വീഴും അത്ഭുതങ്ങൾ നടക്കും ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിക്കാം ഹല്ലേലൂയ വല്ലഭനാം യേശുവേ ആരാധിക്കാം സമകലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന സമകലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാൽ സ്തുതികൾ മുഴക്കിടാം യേശുവിൻ കരുതലിനാൽ സ്തുതികൾ മുഴക്കിടാം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിക്കാം വല്ലഭനാം യേശുവേ ആരാധിക്കാം തളർന്നിടുമ്പോ ശക്തിയാൽ നിറച്ചിടും മനസ്സ് തളർന്നിടുമ്പോ ശക്തിയാൽ നിറച്ചിടും യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിക്കാം വല്ലഭനാം യേശുവേ ആരാധിക്കാം ആരാധിക്കാം പരിശുദ്ധനേ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ ആരാധിക്കാം പരിശുദ്ധനേ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ സർവ്വഭൂതങ്ങൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം സർവ്വഭൂതങ്ങൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം ഹല്ലേലൂയ പാടിടാം ഉയർത്തിയിടാം യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിക്കാം
ഹല്ലേലൂയ. വല്ലഭനായ യേശുവിനെ നമ്മൾ ആരാധിക്കും. ഹല്ലേലൂയ. പാടി സ്തുതിച്ച് കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ആരാധനയിൽ നമ്മൾക്ക് വിടുതലുണ്ട്, നമുക്ക് രോഗസൗഖ്യമുണ്ട്. സ്തുതികളിൽ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നു. നമ്മൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ ഓരോ വിഷയമായിട്ടായിരിക്കും ഓരോ വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാകുക. നിങ്ങളുടെ ഓരോരുത്തരുടെ വിഷയം ഒരു വ്യക്തി നിന്ന് ചോദിച്ചു മനസ്സിലാക്കി കടന്നു പോവുകയാണെങ്കിൽ എത്ര സമയമെടുക്കും? ഓരോരുത്തർക്കുള്ള നിർദ്ദേശങ്ങൾ തരുവാനായിട്ട് എത്ര നേരമെടുക്കും, എത്ര മണിക്കൂർ എടുക്കും? പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ, കർത്താവിന്റെ അഭിഷിക്തൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുള്ള നിലവുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മളുടെ കർത്താവ് അറിഞ്ഞ് ഓരോരുത്തർക്ക് വേണ്ടുന്ന ഉത്തരം കർത്താവ് നൽകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ എന്റെ വിഷയം എന്റെ കർത്താവ് അറിഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തെ തൊട്ട് സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് പാസ്റ്റർ കെ എബ്രഹാം. താൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ വിഷയങ്ങളെയും തൊട്ട് നമ്മളോട് ഹൃദ്യമായിട്ട് ഇടപെട്ട് നമ്മളെ വഴി നടത്തുവാൻ തക്കോണം നമ്മൾക്കുള്ള ആലോചന നൽകി കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച് ശ്രേഷ്ഠപരമായി അനുഗ്രഹിക്കും. ഇതിനെല്ലാം നമ്മൾക്ക് മിടുക്കും പ്രാഗൽഭ്യം ഒന്നും പറയുവാനായിട്ടില്ല. കർത്താവിന്റെ കൃപ കൃപ കൃപ. ഇത്രത്തോളം ജയം തന്ന കർത്താവ് നമ്മളെയും തുടർന്ന് അനുഗ്രഹിക്കുകയില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾക്ക് ഒരു കാര്യത്തിലും നമുക്ക് ഒപ്പുകൊള്ളുവാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എടുത്ത ശ്വാസം തിരിച്ചു പോവുമോ അതൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം തന്നെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. 3 വർഷം മുമ്പ് എൻ്റെ ഓഫീസിൽ വൈകുന്നേരം കടന്നു വന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ, താൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്ന് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ എനിക്ക് നാളെ ചെയ്യണം, അടുത്ത ആഴ്ച ഇന്നത് ചെയ്യണം, അതിന് ശേഷം 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിദേശത്തേക്ക് കടന്നു പോകും, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പുള്ളി വിശദമായിട്ട് അനേക കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം നല്ല കാര്യം. അദ്ദേഹത്തിന്റെ പ്ലാൻ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ 7 അയലോക്കത്ത് എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ അതിന്റെ പിറ്റേ ദിവസവും പുള്ളിയെ ഫോണിൽ കിട്ടുന്നില്ല. ഒരു 25 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം 21 ദിവസമായിട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ ICUവിൽ ബോധമില്ലാണ്ട് കിടക്കുകയാണ്. എൻ്റെ ഓഫീസിൽ നിന്ന് കടന്നുപോയി. അതിന്റെ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വിവിധമായ കാര്യങ്ങളിലെല്ലാം തിരക്കിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ചെറിയ അസ്വസ്ഥത വന്ന് കുറച്ചങ്ങ് നടന്നതിന് ശേഷം പെട്ടെന്ന് കാലിനൊരു പെരുപ്പ് വന്നു. അതിനുശേഷം പെട്ടെന്ന് കൈക്കൊരു തളർച്ച വന്നു. താൻ അവിടെ താഴെ വീണുപോയി. തിരിച്ചൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അതിനുശേഷം അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നു. അതിനുശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓൾ എൻ്റെ എല്ലാ കാര്യങ്ങളും തകർന്നുപോയി. ഞാൻ വിവിധമായ കാര്യങ്ങളെല്ലാം കണക്കൂട്ടി എല്ലാം ചെയ്തു വെച്ചു. പക്ഷേ ഒരു നിസ്സാരമായ കാര്യം, അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ചെറിയ വെയിൻ ബ്രേക്ക് ആയിപ്പോയി. ആ ചെറിയ വെയിൻ അങ്ങ് ബ്രേക്കായി അതോടുകൂടി പുള്ളി അങ്ങ് കംപ്ലീറ്റ് കൊലാപ്സ് ആയിപ്പോയി. ഇപ്പൊ ആ പുള്ളിക്ക് തൻ്റെ കരങ്ങൾ ഉയർത്തുവാൻ പോലും സാധിക്കുന്നില്ല. കഷ്ടി ഇങ്ങനെ ക്രച്ചസിൻ്റെ അകത്തിൽ ഇങ്ങനെ വെച്ച് നടക്കും. നമ്മളെ കർത്താവ് ഇത്രത്തോളം ആരോഗ്യത്തോടെ ഇവിടെ കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. നമ്മൾക്ക് എന്തെങ്കിലും പുകഴുവാനുണ്ടോ? ഒന്നും പുകഴുവാനില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മൾക്ക് 2 കരങ്ങളെ തന്നിരിക്കുന്നത് 47-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ വാക്യത്തിൽ എന്താണ്? കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത്രത്തോളം ജയം തന്ന കർത്താവിനെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും ഉപമതി കരുതിടണേ, ഇനിയും നടന്നത് തിരുവിതോ. ഇനിയും ഉപമതി കരുതിടണേ,
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് തോന്നും, ഇതുവരെ കരുതിയ രക്ഷകന് തോന്നും. ഇത്രത്തോളം ജയം തന്ന